പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്ന വേളയിൽ പത്തനംതിട്ട ജില്ലയിൽ അത് UDFന്റെ ആഹ്ലാദ പ്രകടനം കൂടിയായി മാറി. കഴിഞ്ഞുപോയ UDFന്റെ മേൽക്കൈ നേടിയെടുത്തതിന്റെ ആഹ്ലാദ പ്രകടനം കൂടിയായിരുന്നു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലും പത്തനംതിട്ട നഗരസഭകളിലെ 4 നഗരസഭകളിലും UDF പ്രവർത്തകർ കൊണ്ടാടിയത്. ജില്ലാ പഞ്ചായത്തിൽ നിലവിലുള്ള 16 ഡിവിഷന് പുറമെ കലഞ്ഞൂർ ഡിവിഷൻ കൂടി ഉൾപ്പെടുത്തി 17 ഡിവിഷനുകളിൽ 13 ഡിവിഷനുകളിലും UDFന്റെ മേൽക്കൈ നേടിയിട്ടുള്ള ഒരു വൻപിച്ച തേരോട്ടമായിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ കണ്ടത്. അതിന്റെ ഒരു സത്യപ്രതിജ്ഞ വേളയിലും ആ ആഹ്ലാദം അലയടിച്ച് ഉയർന്നിരുന്നു. കാരണം കഴിഞ്ഞ 30 വർഷമായി പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്ന പുളിക്കീട് ഡിവിഷനിൽ നിന്നും വിജയിച്ച സാമീപ്പനാണ് മുതിർന്ന നേതാവായി സത്യപ്രതിജ്ഞ ആദ്യമായി ഏറ്റെടുത്തത്. ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ S പ്രേംകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സാമീപ്പൻ അത് ഏറ്റുപറഞ്ഞു. തുടർന്ന് അദ്ദേഹമാണ് ബാക്കിയുള്ള 17 അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തത്. ഇതിനിടയിൽ പത്തനംതിട്ട നഗരസഭയിലെ 32 വാർഡുകളിൽ വിജയിച്ച ഒന്നാമത്തെ വാർഡായ മുണ്ടുകോട്ടക്കൽ വാർഡുകളിൽ നിന്നും ഏറ്റവും സീനിയറും ഏറ്റവും കൂടുതൽ വോട്ടിന് ഭൂരിപക്ഷം നേടിയിട്ടുള്ള സജി കെ സൈമൺ നഗരസഭാ സെക്രട്ടറിയുടെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് അദ്ദേഹമാണ് മറ്റ് അംഗങ്ങൾക്കുള്ള സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തത്. അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ 27-ന് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കും പിന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പത്തനംതിട്ട ജില്ലയിലുള്ള 4 നഗരസഭകളിലേക്കും അധ്യക്ഷന്മാരെയും ചെയർപേഴ്സൺമാരെയും തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കോർ കമ്മിറ്റി യോഗം ഇന്നലെ DCCയിൽ ചേർന്നിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജകമണ്ഡലങ്ങൾ റാന്നി, അടൂര്, ആറന്മുള, പന്തളം തുടങ്ങി 5 നിയോജക മണ്ഡലങ്ങളിൽ വ്യത്യസ്ത, അതായത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അടൂർ പ്രകാശ്, PJ കുര്യൻ, ആന്റണി MP, മുൻ MLA മാലയത്ത് സർലാദേവി, മുൻ MLA അഡ്വക്കേറ്റ് K ശിവദാസൻ നായർ, പഴകുളം മധു, അങ്ങനെ തുടങ്ങി DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ തുടങ്ങിയ ഒരു കമ്മിറ്റി ആയിരിക്കും 27-ന് അധ്യക്ഷ സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അവരുടെ പേരുകൾ നിശ്ചയിക്കാനുള്ള ചർച്ചകളും ഇതിനോടൊപ്പം തന്നെ സജീവമാകുന്നുണ്ട്. 27-നാണ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ അധ്യക്ഷനെയും അതിനോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പേര് നിർദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 4 നഗരസഭകളിലേക്കും വൈസ് ചെയർമാൻമാരെയും ചെയർപേഴ്സൺമാരെയും ഉള്ള തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും 27-ന് നടക്കും. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.